എനിക്കെന്താണ് പറ്റിയത്? ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയായത്? അമ്മേ, ദാ നോക്കന്റെ ട്രോഫി. എന്റെ പൊന്നോട്ടി മിടുക്കിയല്ലേ, എന്റെ മോളല്ലേ. അച്ഛാ, എനിക്കാ ഫസ്റ്റ് പ്രൈസ്, ഞാൻ മിടുക്കിയല്ലേ. അച്ഛന്റെ മോള് അടിപൊളിയാം, എന്റെ ചക്കരയാട്ടാ. വാവ്, വണ്ടർഫുൾ. കൺഗ്രാറ്റുലേഷൻസ് ജുവൽ മോളെ. എത്ര സന്തോഷമുള്ളതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത്? ഹായ് ടീച്ചർ. ഓ ജുവൽ, എന്ത് പറ്റി? കഴിഞ്ഞ എക്സാമിൽ മാർക്ക് വളരെ കുറവായിരുന്നല്ലോ. നന്നായി പഠിക്കണം, അടുത്ത എക്സാമിൽ നല്ല മാർക്ക് വാങ്ങണം. ഈ വർഷത്തെ ആനുവൽ ഡേ പ്രോഗ്രാമിനൊന്നിനും നിന്നെന്തായാലും എടുക്കുന്നില്ല. ചേട്ടാ, എന്റെ കൂടെ കളിക്കാൻ വാ ചേട്ടാ. ഒന്ന് പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. ശല്യം. ചേച്ചി ചേച്ചി, എന്റെ കൂടെ കളിക്കാൻ വരോ ചേച്ചി? ഞാനിപ്പോൾ ഫ്രീ ഒന്നുമല്ല, എനിക്ക് അസൈൻമെന്റ് ചെയ്യാനുണ്ട്. നീ പോയി പഠിക്കാൻ നോക്ക്. അച്ഛാ അച്ഛാ, എനിക്കൊരു ടച്ച് മൊബൈൽ വാങ്ങി തരുമോ അച്ഛാ? എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഉണ്ട് മൊബൈൽ, എനിക്ക് മാത്രമില്ല. മോൾക്ക് ഇപ്പൊ എന്തിനാ ഫോൺ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഫോൺ ഉപയോഗിച്ചാൽ മതി. മോളിപ്പോ പോയി പഠിക്ക്. അമ്മ അമ്മേ, അച്ഛനോടൊരു ഫോൺ വാങ്ങി തരാൻ പറയോ പ്ലീസ് അമ്മേ. നിനക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് കണ്ടാൽ മതി. മുമ്പൊക്കെ ഫുൾ മാർക്ക് വാങ്ങിയിരുന്നതാ. പോയിരുന്ന് പഠിക്ക്. ഇപ്പോൾ മൊബൈൽ ഒന്നും വേണ്ട നിനക്ക്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. ഹായ് ആദി. ഹായ് ജുവൽ. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓ, ഞാനവിടെ പെട്ടുപോയി, സോറിടാ. വാ, നമുക്ക് പോയൊരു ജ്യൂസ് കുടിക്കാം. ഓക്കെ, സീ യു ടുമോറോ. ബൈ. ബൈ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം. ഹലോ, ഹായ് ആദി. ജുവൽ, എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ പറയാനുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദിസ് റിലേഷൻ എനിമോർ. നമുക്ക് ബ്രേക്കപ്പ് ആവാം. ബൈ. ആദി പ്ലീസ്, ഞാൻ ഒന്ന് പറഞ്ഞത് കേൾക്കൂ പ്ലീസ്. ഹലോ ഹലോ പ്ലീസ് ഒന്ന് ഫോൺ എടുക്ക് പ്ലീസ്. ആദി, നീ എന്നെ ഇട്ടിട്ട് പോവാണോ? പ്ലീസ് ആദി. ജുവൽ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? വാ, നമുക്കൊന്ന് ചിയറപ്പാകാം. നിന്റെ എല്ലാ വിഷമങ്ങളും മറക്കാൻ ഞങ്ങളൊരു വഴി കാണിച്ചു തരാം.
നീ ഞാൻ തന്നെയല്ലേ? ഓ, എനിക്കെന്താ പറ്റിയത്? ഞാൻ എങ്ങനെ ഇങ്ങനെയായി? അതെ, നീ ഞാൻ തന്നെയാണ്. നമ്മൾ രണ്ടുപേരും ഒരാൾ തന്നെ. നമ്മൾ എല്ലായിടത്തു നിന്നും ഒഴിവാക്കപ്പെട്ടു. എല്ലാവരും നമ്മെ മാറ്റി നിർത്തി. ഈ ഏകാന്തത നമ്മെ ഈ ലഹരിയുടെ അടിമയാക്കി. നീയും എന്നെപ്പോലെ തന്നെ ഈ ലഹരിയുടെ അടിമയായോ? പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നിനക്ക് നല്ലത് ഇനിയും തിരഞ്ഞെടുക്കാം. പക്ഷേ ഈ ലഹരി എന്നെ തകർത്തു. അല്ല, നിനക്ക് തെറ്റുപറ്റി. ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനിയും നിനക്ക് കഴിയും. നീ ഏതാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ഈ ലഹരിക്ക് അടിമയായി നിന്നെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കണോ, അതോ എനിക്ക് ഇനി ഈ ജീവിതം തിരിച്ചു കിട്ടുമോ? ഉവ്, ഇനിയും വൈകിട്ടില്ല. വരൂ, ഒരു പുതിയ ജീവിതം നമ്മെ കാത്തിരിപ്പുണ്ട്. വിജയങ്ങളുടെ ആഘോഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു നല്ല ജീവിതം. നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിൽ തന്നെയാണ്. നല്ലത് തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്തം നാം ഓരോരുത്തർക്കുമാണ്. നമ്മുടെ ജീവിതങ്ങൾ നശിപ്പിക്കുന്ന ഈ ലഹരി നമുക്ക് വേണ്ടേ വേണ്ട. Say no to drugs.